ചില കരാർ മരവിപ്പിച്ചത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ അയച്ച കത്ത് നിരസിച്ച് ഇന്ത്യ. ഭീകരവാദം അവസാനിപ്പിക്കാതെ തീരുമാനം പുനഃപരിശോധിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെന്നും വെടിനിർത്തലിന് പിന്നിൽ അമേരിക്കയുടെ മധ്യസ്ഥതയില്ലെന്നും ജയശങ്കർ വ്യക്തമാക്കി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ വകുപ്പ് മന്ത്രാലയമാണ് ഇന്ത്യക്ക് കത്തയച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ ഏപ്രിൽ 23 ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര ക്യാബിനറ്റാണ് കരാർ മരവിപ്പിച്ചത്. എന്നാൽ തീരുമാനം പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രം. അതിർത്തി കടന്നുള്ള ഭീകരത വിശ്വസനീയമായ വിധം അവസാനിപ്പിക്കുന്നതുവരെ തീരുമാനം മാറ്റില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. The Indus Waters Treaty is held in abeyance and will be continued to be held in abeyance until cross-border terrorism by Pakistan is credibly and irrevocably stopped. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകര ക്യാമ്പുകളാണ് രാജ്യം തകർത്തത്. ഇതിൽ നിന്നും പാക് സൈന്യത്തിന് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ ആ നല്ല ഓപ്ഷൻ സ്വീകരിക്കാതിരിക്കാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചത്. മെയ് 10 തിരിച്ചടിയിൽ പാകിസ്ഥാന് കാര്യമായ നാശനഷ്ടമുണ്ടായി. ഇതിന്റെ തെളിവുകളടക്കം പുറത്തുവന്നു. വെടിനിർത്തലിന് അമേരിക്കൻ മധ്യസ്ഥത ഇല്ലെന്നും പാകിസ്ഥാനുമായുള്ള ചർച്ച എന്നും ഉഭയകക്ഷിപരമായിരിക്കുമെന്നും ജയശങ്കർ വ്യക്തമാക്കി. പഹൽഗാം ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്ന ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ഭീകരരുടെ പട്ടികയിൽപ്പെടുത്താൻ UN ആസ്ഥാനത്തേക്ക് ഇന്ത്യ പ്രത്യേക സംഘത്തെ അയച്ചു. ഉപരോധ കമ്മിറ്റിയെ കാണുന്ന സംഘം തീവ്രവാദ വിരുദ്ധ കമ്മിറ്റിയുടെ മുന്നിൽ തെളിവുകൾ ഹാജരാക്കും. 24 ഡൽഹി.